തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീണ്ടും കേരളത്തിൽ പാലക്കാട് റോഡ് ഷോയിൽ പങ്കെടുക്കും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം ഇത് രണ്ടാം തവണയാണ് മോദി കേരളത്തിലെത്തുന്നത്. ഇന്ന് കോയമ്പത്തൂരിലും പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന റോഡ് ഷോ നടക്കും. സുരക്ഷ കണക്കിലെടുത്ത് പോലീസ് വിലക്ക് ഏർപ്പെടുത്തിയ റാലി മദ്രാസ് ഹൈക്കോടതിയുടെ പ്രത്യേക അനുമതിയോടെയാണ് സംഘടിപ്പിക്കുന്നത്. അതേസമയം പ്രധാനമന്ത്രി പ്രചാരണത്തിനെത്തുമ്പോൾ ആലത്തൂരിൽ BJPക്ക് സ്ഥാനാർത്ഥിയില്ലാത്ത തിരിച്ചടിയാണെന്ന വിമർശനം തള്ളി പാലക്കാട്ടെ സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ദേശീയ നേതൃത്വം പല സാഹചര്യങ്ങളും പരിഗണിച്ചാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക. പ്രവർത്തകർക്ക് അതൃപ്തിയില്ലെന്നും C. കൃഷ്ണകുമാർ പറഞ്ഞു. പാലക്കാടിലെ ജനങ്ങൾ വലിയ ആവേശത്തിലാണ്. അവർ പ്രധാനമന്ത്രി ഒരു നോക്ക് കാണാൻ, പ്രത്യേകിച്ചും സ്ത്രീകളടക്കമുള്ള ആളുകൾ പ്രധാനമന്ത്രിയുടെ വരവിനെ വളരെ ആഹ്ലാദപൂർവ്വമാണ് കാത്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാം വലിയ പ്രതീക്ഷയിലാണ്. പ്രധാനമന്ത്രി റോഡ് ഷോയിൽ ഇറങ്ങി നടക്കാൻ സാധ്യതയുണ്ടെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കും. പാലക്കാടിനെ സംബന്ധിച്ചോളം പാലക്കാട് BJPയുടെ എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിലുള്ള ഒരു മണ്ഡലമാണ്. BJP ആദ്യമായിട്ട് ഒരു നഗരസഭ ഭരിച്ചത് പാലക്കാടാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശ്രീധരൻ സാറ് വളരെ നേരിയ ഭൂരിപക്ഷത്തിനാണ് പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ പരാജയപ്പെട്ടത്. എന്തുകൊണ്ടും BJPയെ സംബന്ധിച്ചോളം പാലക്കാട് വളരെ പ്രധാനപ്പെട്ട ഒരു ജില്ലയാണ്, അതുപോലെ തന്നെ ലോക്സഭാ മണ്ഡലമാണ്. വിശദാംശങ്ങളുമായി മനീഷ് മൂർത്തി ചേരുകയാണ് കോയമ്പത്തൂരിൽ നിന്ന്. മനീഷ്, സുരക്ഷാ കാരണങ്ങളാൽ പോലീസ് വിലക്കേർപ്പെടുത്തുന്നു, ഇത്തരത്തിലൊരു റോഡ് ഷോ വേണ്ടെന്ന് പറയുന്നു. എന്നാൽ മദ്രാസ് ഹൈക്കോടതിയുടെ പ്രത്യേക അനുമതിയോടുകൂടി റോഡ് ഷോ നടത്താനുള്ള തീരുമാനം, അതുകൊണ്ട് തന്നെ കഠിനമായ സുരക്ഷാ ക്രമീകരണങ്ങളായിരിക്കുമല്ലോ ഏർപ്പെടുത്തിയിരിക്കുന്നത്. മാത്രവുമല്ല, ഇത്തവണ BJP മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം എന്താണ് തമിഴ്നാട്ടിൽ? ഈ മിഷൻ സൗത്ത് ഇന്ത്യയുടെ ഭാഗമായി സൗത്ത് ഇന്ത്യ പിടിച്ചെടുക്കുക എന്നതിൽ ഒരു പ്രധാന കേന്ദ്രമാണല്ലോ തമിഴ്നാട്. കൃഷ്ണ, കഴിഞ്ഞ 2 ദിവസങ്ങളായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദക്ഷിണേന്ത്യയിലുണ്ട്. കേരളത്തിലും തമിഴ്നാടിനും പുറമെ ആന്ധ്രയിലും തെലങ്കാനയിലും കർണാടകയിലുമൊക്കെ അദ്ദേഹം സന്ദർശനം നടത്തുന്നുണ്ട്. ഇന്നിപ്പോൾ ഉള്ളത് കർണാടകയിലാണ്. 2 മണിക്ക് ശിവമോഗയിൽ അവിടെ റാലിയുണ്ട്. അതിനുശേഷമാണ് കോയമ്പത്തൂരിലേക്ക് വരിക. കൃഷ്ണ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ വിവാദങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. കാരണം ഈ റോഡ് ഷോയ്ക്ക് പോലീസ് അനുമതി നിഷേധിച്ചതോടുകൂടി തന്നെ വലിയ തോതിലുള്ള വിവാദങ്ങൾ ഉണ്ടായിരുന്നു. വിവാദ പ്രസ്താവനകളൊക്കെ അതുമായി ബന്ധപ്പെട്ട വരികയും ചെയ്തതാണ്. എന്തായാലും ഹൈക്കോടതിയുടെ ഇടപെടലാണ് പിന്നീട് നമ്മൾ കണ്ടത്. BJPയുടെ ഹർജിയിലാണ് ഹൈക്കോടതി ഇത്തരത്തിലൊരു തീരുമാനമെടുക്കുന്നത്. നിർദ്ദേശം നൽകുന്നത് പോലീസിന് 4 കിലോമീറ്റർ ദൂരം, അതായത് മേട്ടുപ്പാളയം റോഡ് മുതൽ RS പുരം വരെയുള്ള 4 കിലോമീറ്റർ ആ ഒരു റോഡ് ഷോയ്ക്ക് അനുമതി നൽകണം. അതിന് കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കണം, വിട്ടുവീഴ്ചയില്ലാത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കണം എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു 4 കിലോമീറ്റർ ദൂരം ഇപ്പോൾ 12 മണിക്ക് ശേഷം ആ മേഖലയിലേക്ക് വാഹനങ്ങൾ പ്രവേശിപ്പിക്കില്ല എന്നുള്ളത് പോലീസ് പറഞ്ഞിട്ടുണ്ട്. 5000-ലധികം പോലീസുകാരെയാണ് ഈ മേഖലയിലാകെ വിന്യസിച്ചിരിക്കുന്നത്. ആ രീതിയിൽ കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങൾ എന്തായാലും അവിടെ ഒരുക്കിയിരിക്കുന്നു. പോലീസ് പറഞ്ഞിരുന്നത് 98-ലെ സ്ഫോടനം, അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ, അത്തരത്തിലുള്ള വിഷയങ്ങളായിരുന്നു ആദ്യഘട്ടത്തിൽ ഈ അനുമതി നിഷേധിക്കുന്നതിന് വേണ്ടി പോലീസ് പറഞ്ഞിരുന്നത്. പക്ഷേ അതിനെല്ലാം മറികടന്നുകൊണ്ടാണ് എന്തായാലും ഹൈക്കോടതി ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിട്ടുള്ളത്. വൈകുന്നേരം 5:45-നാണ് റാലി നടക്കുക. 4 കിലോമീറ്റർ, അതായത് മേട്ടുപ്പാളയം റോഡ് മുതൽ RS പുരം വരെയുള്ള 4 കിലോമീറ്ററിലാണ് ഈ റാലി നടക്കുക. കൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ ദക്ഷിണേന്ത്യ പിടിച്ചെടുക്കുക, അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിൽ നിന്ന് കൂടുതൽ നേട്ടമുണ്ടാക്കുക എന്നത് തന്നെയാണ് ഈ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. കാരണം കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ദക്ഷിണേന്ത്യയിലുണ്ട്. ഇനിയും നാളെ കൂടി ദക്ഷിണേന്ത്യയിൽ തുടരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ രീതിയിലാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഇപ്പോൾ 2ാം തവണയാണ് തമിഴ്നാട്ടിലും അദ്ദേഹം എത്തിയത്. മുമ്പ് കന്യാകുമാരിയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇനി സേലത്ത് ഒരു റോഡ് ഷോ കൂടി ഉണ്ട് എന്നുള്ളതാണ്. ഷെഡ്യൂൾ പ്രകാരമാണെങ്കിൽ സേലത്ത് ഒരു റോഡ് ഷോ കൂടിയുണ്ട്. അങ്ങനെ ദക്ഷിണേന്ത്യയിൽ പരമാവധി ഇടങ്ങളിൽ, അതായത് ലോക്സഭാ മണ്ഡലങ്ങളുടെ മധ്യത്തിൽ പരമാവധി ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്നും ആളുകളെ എത്തിക്കുന്ന രീതിയിലാണ് എന്തായാലും മോദിയുടെ റോഡ് ഷോ നടക്കുന്നത്. ഇപ്പോൾ കർണാടകയിലുണ്ട്, ശിവമോഗയിലുണ്ട്, അവിടെയും പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ ഈ ഒരു സന്ദർശനത്തോടു കൂടി BJP പരിഹരിക്കപ്പെടുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷമാണ് കോയമ്പത്തൂരിലേക്ക് അദ്ദേഹം എത്തുക. കൃഷ്ണ, ശരി. കോയമ്പത്തൂരിലെ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകിയത് മനീഷ് മൂർത്തിയാണ്. ഇനി പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ് കൂടി ചേരുകയാണ്. നിഖിൽ, ഈ അടുപ്പിച്ചാണ് പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുന്നത്. അതും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം വീണ്ടും എത്തുന്നു, അത് സവിശേഷതയുണ്ട്. എന്നാൽ പത്തനംതിട്ടയിൽ പ്രത്യേക വാഗ്ദാനങ്ങൾ കേരളത്തിനായി നൽകാൻ പ്രധാനമന്ത്രി തയ്യാറായിരുന്നില്ല. ഇവിടെയും അത്തരത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമായതുകൊണ്ട് അത്തരത്തിലുള്ള പ്രഖ്യാപനം ഉണ്ടാവില്ല. എങ്കിലും ഒരു രാഷ്ട്രീയ സന്ദേശം അദ്ദേഹം നൽകുമല്ലോ. അത് എന്തിനായിരിക്കും സാധ്യത? മറ്റൊന്ന്, ഈ ആലത്തൂരിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇതുവരെ കഴിഞ്ഞില്ല എന്നൊരു പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ BJP അതിനെ എങ്ങനെ പ്രതിരോധിക്കും? കൃഷ്ണ, തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളൊന്നും തന്നെ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ മോദി ഗ്യാരണ്ടി എന്നുള്ള ഒരു ഉറപ്പ് ജനങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളത് തന്നെയായിരിക്കും പാലക്കാട് നാളെ പ്രധാനമന്ത്രി എത്തുമ്പോഴും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുക. എന്തായാലും നഗരത്തിൽ പൂർണ്ണമായി അതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് നഗരത്തിലാണ്. ഇവിടെ വരെ നമുക്ക്
കാണാൻ കഴിയും. വലിയ രീതിയിലുള്ള പോലീസിന്റെ സന്നാഹം എല്ലായിടങ്ങളിലും. SPG സുരക്ഷയാണ് പ്രധാനമന്ത്രിക്ക്. അതിനൊപ്പം തന്നെ കേരള പോലീസിന്റെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സ്റ്റേഷനുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ, ഉയർന്ന ഉദ്യോഗസ്ഥർ തന്നെ ഇതിനോടകം തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്ന് രാവിലെ ഒരു ട്രയൽ റൺ ഉണ്ടായിരുന്നു. അതായത് ഈ പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിൽ വന്നിറങ്ങുന്നത് മേഴ്സി കോളേജ് മൈതാനത്താണ്. ആ മൈതാനത്ത് നിന്ന് അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹം എങ്ങനെ റോഡ് ഷോ നടക്കുന്ന അഞ്ചുവിളക്കിലേക്ക് എന്നതിനുള്ള ഒരു ട്രയൽ റൺ രാവിലെ നടന്നിരുന്നു. ആ സമയത്ത് പൂർണ്ണമായി നഗരം നിശ്ചലമാക്കിയാണ് ആ ട്രയൽ റൺ കടന്നുപോയത്. തുടർന്ന് അഞ്ചുവിളക്കിൽ എത്തിയ ശേഷം അദ്ദേഹം റോഡ് ഷോ നടത്തുമ്പോൾ എങ്ങനെയായിരിക്കും ക്രമീകരണങ്ങൾ എന്ന് വിലയിരുത്താൻ വേണ്ടി അപ്പോൾ അവിടെയും ഒരു ട്രയൽ റൺ നടന്നു. ആ തരത്തിൽ 2 ട്രയൽ റണ്ണുകൾ ഇന്ന് രാവിലെ പൂർത്തിയായി കഴിഞ്ഞു. മറ്റെല്ലാ ഒരുക്കങ്ങളും ഇതിനോടകം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. ക്രിസ്റ്റീനെ ചോദിച്ച മറ്റൊരു ചോദ്യം, നാളെ പ്രധാനമന്ത്രി ഇവിടെ റോഡ് ഷോ നടത്തുമ്പോൾ അത് പ്രധാനമായും C. കൃഷ്ണകുമാറിന് വേണ്ടിയാണ്. നമുക്കറിയാം പാലക്കാട് മണ്ഡലം സ്ഥാനാർത്ഥി, ഒപ്പം മലപ്പുറത്തെയും പൊന്നാനിയിലെയും സ്ഥാനാർത്ഥികൾ വേദിയിലുണ്ടാകും. സ്വാഭാവികമായിട്ടും പാലക്കാട് ജില്ലയിൽ തന്നെ ഉൾപ്പെടുന്ന ആലത്തൂരിലെ സ്ഥാനാർത്ഥി എവിടെ എന്നൊരു ചോദ്യം ഉയരും. ആലത്തൂരിൽ ഇതുവരെ സ്ഥാനാർത്ഥി ആയിട്ടില്ല. നേരത്തെ അത് BDJSന്റെ സീറ്റായിരുന്നു, പിന്നീട് BJP തന്നെ ഏറ്റെടുത്തെങ്കിലും ഇതുവരെ അവിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട അണികൾക്ക് ഒരു അതൃപ്തി ഉണ്ട് എന്നുള്ള തരത്തിൽ വാർത്തകൾ പുറത്തു വന്നിരുന്നു. നമ്മൾ പാലക്കാട്ടെ സ്ഥാനാർത്ഥിയും സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ C. കൃഷ്ണകുമാറിനോട് ഇക്കാര്യം ചോദിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് BJP കേന്ദ്രത്തിൽ നിന്നാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങൾ നടത്തുന്നത്. അത് പല മാനദണ്ഡങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥി ആയില്ലെങ്കിലും പ്രചരണങ്ങൾക്ക് ഒരു കുറവില്ല. ചുവരെഴുത്തും വീട് കയറിയുള്ള പ്രചരണവും എല്ലാം സജീവമായി തുടരുന്നുണ്ട്. ഒരു തരത്തിലും സ്ഥാനാർത്ഥി പ്രഖ്യാപനമില്ലായ്മ ആലത്തൂരിനെ ബാധിക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും നാളെ സുരേന്ദ്രനാണ് പ്രധാനമന്ത്രിയെ ജില്ലയിലേക്ക് സ്വീകരിക്കുക. തുടർന്ന് 1.5 കിലോമീറ്റർ നീളുന്ന റോഡ് ഷോയിൽ മുഴുവൻ സ്ഥാനാർത്ഥികളും അടക്കം തന്നെ സംസ്ഥാന അധ്യക്ഷനും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നാളെ പാലക്കാട് എത്തും. ആലത്തൂരിൽ സ്ഥാനാർത്ഥി ഇല്ലാത്തത് ഒരു വിമർശനമായി മറ്റുള്ളവർ ചൂണ്ടിക്കാട്ടുമ്പോൾ അതൊരു പ്രശ്നമല്ല എന്നാണ് സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ പറയുന്നത്. വിശദാംശങ്ങൾ നൽകിയത് നിഖിൽ പ്രമേശാണ് പാലക്കാട് നിന്ന്.